സിനിമ എന്ന ഭ്രമം തലയ്ക്കു പിടിച്ച് സിനിമ നിർമ്മിച്ച് കിടപ്പാടം പോലും നഷ്ടമായ സുരേഷ് മച്ചാടിന്റെ ഏറെ നാളത്തെ സ്വപ്നം പൂവണിയുന്നു. സുരേഷ് മച്ചാട് നിർമ്മിച്ച മൗനം എന്ന സിനിമ ഓണത്തിനു മുൻപായി മലയാളി പ്രേക്ഷകർക്ക് മുന്നിലെത്തും. കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയന ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. 15 വർഷത്തിന് ശേഷമാണ് മൗനം എന്ന സിനിമ വെളിച്ചം കാണുന്നത്. 2009 മാടമ്പ് കുഞ്ഞുകുട്ടൻ അദ്ദേഹത്തിന്റെ കോളനി എന്ന നോവലിനെ ആസ്പദമാക്കി മൗനം എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിയത്. മാടമ്പ് കുഞ്ഞുകുട്ടൻ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയിൽ സൈജു കുറിപ്പാണ് നായക വേഷം ചെയ്യുന്നത്. തിലകൻ, മുല്ലനഴി, ഇന്നസെന്റ്, സലീം കുമാർ, ശിവജി ഗുരുവായൂർ, അനൂപ് ചന്ദ്രൻ, കലാരഞ്ജിനി, കുളപ്പുള്ളി ലീല എന്നീ നടീനടന്മാർക്കൊപ്പം രസ്ന പവിത്രനാണ് ചിത്രത്തിലെ നായിക. കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാ ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. ചിത്രത്തിലെ യേശുദാസ് പാടിയ കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും എന്ന ഗാനം ലോകം മുഴുവൻ വൻ ഹിറ്റായതാണ്. ഒടുവിൽ ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിയിലും മൗനത്തിലെ കുറി വരച്ചാലും എന്ന പാട്ടിനെ പരാമർശിച്ചിരുന്നു. എന്നാൽ മതനിരപേക്ഷതയുടെ കുടിയടയാളങ്ങളുമായി പാട്ട് മാറിയപ്പോഴും സുരേഷ് മച്ചാട് സിനിമയെന്ന കടമ്പയിൽ കുടുങ്ങിപ്പോയി. 70 ലക്ഷത്തോളം രൂപ ചിലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മൗനം എന്ന സിനിമയ്ക്ക് 30 ലക്ഷത്തോളം രൂപ സുരേഷ് മച്ചാട് സ്വന്തമായി കയ്യിൽ നിന്നും ഇറക്കിയിരുന്നു. ബാക്കി വരുന്ന തുക മറ്റൊരാൾ സിനിമ പൂർത്തീകരിക്കാനായി സഹായിച്ചു. എന്നാൽ സുരേഷിന്റെ കുറെ ചെക്കുകളും സ്റ്റാമ്പ് പേപ്പറുകളും കൈക്കലാക്കിയ ഇയാൾ സുരേഷിന്റെ കിടപ്പാടം വരെ കയ്യിലാക്കി. കടം കുരുക്കായപ്പോൾ സിനിമയും സർവ്വ അവകാശവും പണം തന്നയാൾക്ക് എഴുതി കൊടുക്കേണ്ടി വന്നു. തുടർന്ന് ഒറ്റയാൾ പോരാട്ടം നടത്തി സുരേഷ് 2021 തന്റെ സിനിമ സ്വന്തമാക്കി. ഫിലിമിൽ 2021 ചിത്രീകരിച്ച സിനിമ രണ്ടാം വരവിനായി ഡിജിറ്റലാക്കി കഴിഞ്ഞു. സുരേഷ് മച്ചാടിന്റെ സിനിമകളോടുള്ള സ്നേഹവും മൗനം എന്ന സിനിമയുടെ ഇതിവൃത്തവും കണ്ടറിഞ്ഞ സിയോൺ ഷാജു എന്നയാളാണ് 10 ലക്ഷം രൂപ സിനിമ പൂർത്തിയാക്കാനായി സഹായിച്ചത്. കേൾക്കുന്നതും ഒന്ന് കരുണാമയന ദൈവമൊന്ന് ദൈവമൊന്ന്. പുന്നംപറമ്പിൽ 53 സെന്റിൽ 4000 ചതുരശ്ര അടിയിലുള്ള വീട് ജപ്തിയായപ്പോഴും സുരേഷിന്റെ മനസ്സിൽ മൗനം എന്ന സിനിമ മാത്രമായിരുന്നു ബാക്കി. ഊണിലും ഉറക്കത്തിലും മൗനം എന്ന സിനിമയെ ചേർത്ത് പിടിച്ച സുരേഷ് മച്ചാട് വർഷങ്ങളോളം സിനിമ വെളിച്ചം കാണാൻ കാത്തിരിക്കേണ്ടതായി വന്നു. മൗനം സിനിമ ഞാൻ 2009 എടുത്തത്. 2011 സെൻസർ ചെയ്തു. എന്നിട്ട് 2012 അതിലൊരു സഹനിർമ്മാതാവായ ചങ്ങാതിക്ക് അതിൻ്റെ എല്ലാ അവകാശങ്ങളും എഴുതി കൊടുത്തു. 26 ലക്ഷം രൂപയായിരുന്നു ആൾ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ആളത് റിലീസ് ചെയ്തില്ല. ആ സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് പെട്ട കുറച്ച് സ്റ്റാമ്പ് പേപ്പറും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആൾ കോടതി പോയി എൻ്റെ വീട് കൈക്കലാക്കി. അപ്പോൾ എൻ്റെ സ്വപ്നമായിരുന്നു എൻ്റെ വീട് എന്നുള്ളത്. അത് നഷ്ടപ്പെട്ടു. പക്ഷേ അതിലും വലിയൊരു സ്വപ്നമായിരുന്നു ഈ സിനിമ എന്നുള്ളത്. എത്രയോ വർഷങ്ങളായിട്ട് 2001 മുതൽ ഞാൻ ഈ സിനിമയുടെ പിന്നിലുണ്ട്, ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അതിൽ എല്ലാവർക്കും അറിയാം, കുറി വരച്ചാലും കുരിശ് വരച്ചാലും എന്നുള്ളൊരു പാട്ട് യേശുദാസ് പാടണം എന്നുള്ള എൻ്റെ നിർബന്ധമായിരുന്നു. ഗാനരചയിതാവ് MD രാജേന്ദ്രൻ ബിജു നാരായണനോട് പാടിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു പിടിവാശിയായിരുന്നു ഈ പാട്ട് പാടണമെങ്കിൽ യേശുദാസ് തന്നെ പാടണം എന്നുള്ളത്. പക്ഷെ പലർക്കും അറിയില്ല. എല്ലാ ഇൻ്റർവ്യൂസിലും ഈ പാട്ടിനെ കുറിച്ചിട്ട് പല സ്ഥലങ്ങളിലും ഇപ്പോൾ കോടതി വിധി വന്നപ്പോൾ എന്താ പറയുക, തിരുവനന്തപുരത്ത് കൗൺസിലർമാരുടെ കോടതി വിധിയിൽ പോലും ഈ പാട്ടാണ് ജഡ്ജ് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ദേശീയ പൗരത്വ ബില്ലിനെതിരെ തിരുവനന്തപുരത്ത് എല്ലാ സർവകക്ഷികളും ചേർന്നിട്ടൊരു സമ്മേളനം നടത്തിയ സമയത്ത് പ്രതിഷേധം നടത്തിയപ്പോഴും ഈ പാട്ടായിരുന്നു എല്ലാ ചാനലിലും ഒന്ന് കാണിച്ചത്. അങ്ങനെ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പാട്ടായിരുന്നു. പക്ഷേ
ഈ പാട്ടിൻ്റെ പിന്നിൽ ഇതിൻ്റെ നിർമ്മാതാവോ അല്ലെങ്കിൽ സംവിധായകനായി എന്നെ ആരും പരാമർശിക്കാറില്ല. അപ്പോൾ അതിൽ എനിക്കൊരു വിഷമമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഈ കഥകളൊക്കെ കേട്ടുകൊണ്ട് തൃശ്ശൂരിലെ നമ്മുടെ ഒരു സുഹൃത്തായ സിയോൺ ലോട്ടറി ഏജൻസീസിൻ്റെ ഉടമസ്ഥൻ സിയോൺ ഷാജു ആണ് ഇപ്പോൾ ഇത് വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. 15 വർഷത്തിന് ശേഷം ഈ ഓണത്തിന് മുമ്പ് മൗനം റിലീസാവുകയാണ്. വീടിനോട് ചേർന്നുള്ള ബാങ്ക് അറ്റാച്ച്ഡ് ചെയ്യാത്തൊരു സ്ഥലത്തുള്ള കുടുസുമുറിയിലാണ് ഏകനായി സുരേഷിന്റെ ജീവിതം തള്ളി നീക്കിയത്. മൗനം എന്ന സിനിമ വെളിച്ചം കാണുമ്പോൾ സുരേഷ് മാത്രമല്ല സന്തോഷിക്കുന്നത്, ഒപ്പം ഒരു പറ്റം സിനിമാ പ്രേമികൾ കൂടിയാണ്. വീടും ഒരു 20 സെന്റ് സ്ഥലവും ആ സഹനിർമ്മാതാവിന് കോടതിയിൽ നിന്ന് കിട്ടി, അയാളുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്. പിന്നെ ഇപ്പം ഞാൻ താമസിക്കുന്നത് ഇവിടെ ഒരു ഒറ്റമുറിയിലാണ് താമസിക്കുന്നത്. അത് അതിൽ പെട്ടിട്ടുള്ള സ്ഥലമില്ല. മച്ചാടിന്റെ മലനിരകളും മച്ചാട് മാമാങ്കവും തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രവും തൃശ്ശിവപേരൂർ വടക്കുന്നാഥ ക്ഷേത്രവും തേക്കിൻകാട് മൈതാനവുമെല്ലാം ചിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. തിരുവോണത്തിന് മലയാളികൾക്കുള്ള സുരേഷ് മച്ചാടിന്റെ ഓണസമ്മാനമായിരിക്കും മൗനം എന്ന സിനിമ. എന്റർടൈൻമെന്റ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. പമ്പസരസ്തടം ലോകമനോഹരം പങ്കിലമാക്കരുതേ പങ്കിലമാക്കരുതേ വിന്ധ്യഹിമാചല സഖ്യസാനുക്കളിൽ വിത്തു വിതയ്ക്കരുതേ വർഗീയ വിത്തു വിതയ്ക്കരുതേ. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.